അഭിഷേക് ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടങ്ങിയ അസോസിയേഷൻ കുറച്ചു പേരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ്, അല്ലാണ്ട് മുന്നോട്ടുള്ള പോക്കല്ല. കൂടെ ബിഗ് ബോസിലെ ഭൂരിഭാഗം ആൾക്കാരെയും വിളിച്ചിട്ടില്ല, കുറച്ച് ആൾക്കാരെ ഇനി വിളിക്കാറുണ്ട്, എന്നോട് പേഴ്സണലി എനിക്കും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് എന്താ നിങ്ങൾക്ക് പറഞ്ഞത്? നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ലേ? അത് അഭിഷേക് അല്ല എന്റെ ആൻസർ തരാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ബിക്കോസ് അഭിഷേക് ശ്രീകുമാർ. അപ്പം അഭിഷേകിന്റെ ഒരു പോയിന്റ് അല്ല അത്. അപ്പം അത് ആളുടെ പോയിന്റ് ആണ്. എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാരും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ചു പേര് ആക്റ്റീവ് ആണ്, കുറച്ചു പേര് സൈലന്റ് ആണ്. അവരവരുടെ ഓരോ ബിസി ഷെഡ്യൂൾ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി ബിഗ് ബോസ് എന്ന് പറഞ്ഞു പോവാൻ നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല. അവിടെ നമ്മൾ പല കാര്യങ്ങൾ, പല വർക്കുകൾ, നമ്മളെല്ലാരും ബിസിയാണ്. സോ കാരണം എല്ലാ കണ്ടസ്റ്റൻസിനെ കൂട്ടി ചേർത്തിട്ടാണ് ഈ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും പോകേണ്ടതാണ്. പക്ഷെ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലായിടത്തും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാരും വരാറില്ല. എല്ലായ്പ്പോഴും എല്ലാവർക്കും വരാൻ സാധിക്കും. എനിക്കറിയുന്നില്ല, അത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അർജുൻ ശ്രീധുവിൽ കണ്ട ഏറ്റവും ഒരു കാര്യം എന്തായിരിക്കും, ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം? അല്ല, ഇഷ്ടപ്പെട്ടൊരു കാര്യം തിരിച്ച് ശ്രീധുവിനോട് ഈ ശരണ്യ ഈ കഥ അല്ലെങ്കിൽ ഈ തോട്ട് പറയുമ്പോ ശ്രീധുവിന് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ബിക്കോസ് എന്റെ ഫീൽഡ് ചെയ്തതാ, നടിക്കുന്നതാണല്ലോ. സോ ഒരിക്കലുമില്ല. അല്ല, അർജുന്റെ കൂടെയാണ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇല്ല, പ്രൊഫഷണൽ ആയിട്ട് വരുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് പ്രോബ്ലം ഇല്ല. അർജുനോട് സംസാരിച്ചു സംസാരിച്ചോ? അർജുനോട് നിങ്ങൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യണം? ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയം സംസാരിക്കാം. അതല്ല, ഈ ത്രോട്ട് പറഞ്ഞ സമയത്ത് അർജുനോട് സംസാരിച്ചായിരുന്നു ചോദിച്ചത്. അർജുനോട് സംസാരിച്ചു. ഞങ്ങളുടെ ഒരുമിച്ചാണ് മ്യൂസിക് ഷെയർ ചെയ്തല്ലോ. ഇപ്പൊ ശ്രീതുനെ കോള് വിളിച്ച് വെച്ച ഉടനെ അർജുന് കോള് പോകുന്നത് മനസ്സിലാവും. 1 മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് തോന്നില്ല ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിക്കും, ഞാൻ ക്യാപ്പ് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് സത്യം. സോ ആദ്യം ശ്രീതുവിനോട് കംഫർട്ടബിൾ ചോദിച്ചു, ശ്രീതു കംഫർട്ട് ആണോ? ശ്രീനോട് ചേച്ചി ഇത് പ്രൊഫഷൻ ആണോ? ഐ എം കംഫർട്ടബിൾ. അർജുനോട് ചോദിച്ചു, അർജുൻ ഹാപ്പിയാണ് വിത്ത് സോ he told I am okay, deal. And avada vannittu they are pakka professional and they are good buddies also. They are like my bro and sis. So eniki avaru thanna oru comfort adipoliyanu. I am so happy with them. Thank you. വിനോദ് ലാസ്റ്റ് പറയണം. അപ്പം ഇപ്പൊ ഓൾറെഡി ഗോസിപ്പുകൾ വിറ്റ് മാർക്കറ്റ് ആക്കി പറയണ്ടേ. അപ്പൊ ഇനി അടുത്ത ഗോസിപ്പ് വരുമ്പോ ജാസ്മിൻ ഗബ്രി ഭയങ്കരമായിട്ട് തിരിച്ചു നിൽക്കാണ്. അപ്പൊ ഉടനെ ജാസ്മിനും ഗബ്രിയും വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാവോ? അവര് സമ്മതിച്ചുണ്ടാവും. നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്ട് ഉണ്ടെങ്കിൽ അവർ ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ആപ്റ്റ് ഉള്ള ഒരു സംഭവം ഡയറക്ടർ കൊടുക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് അവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് ക്രിയേറ്റേഴ്സ്. ബിക്കോസ് നമ്മളെ ക്രിയേറ്റേഴ്സിന് വേണ്ടത് എന്താ, ആൾക്കാർ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ ഞാനിപ്പോ നിന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും? ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്ത് കാണും, ലൈക്ക് ചെയ്യും. എല്ലാ മിക്സും വേണം, ക്വാളിറ്റി വേണം, പോപ്പുലാരിറ്റി വേണം. ഇവരുടെ ജസ്റ്റ് ഇവര് പോപ്പുലർ ഉണ്ട്, പക്ഷെ അത് നല്ലോണം ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം. അവർ നല്ലോണം ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് നല്ല വിചാരിച്ച കാരണം നല്ല അവർ ആ ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പ്രൊഫഷണലിസമിലെ തന്നെ വരും, നാച്ചുറൽ ആയിട്ട് വരില്ല. അപ്പൊ അത് നമുക്ക് അതിനെ വേണ്ടി സീരിയസ്ലി ഇപ്പം റീച്ച് ഉണ്ട്, ആക്ടിങ് അറിയത്തില്ല, എല്ലാം ചെയ്യിപ്പിച്ചു. എന്താ കാര്യം? അപ്പൊ അവർക്ക് ആക്ടിങ് അറിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് റീച്ച് എല്ലാം ഉണ്ട്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, ഗബ്രിയുടെ കാര്യമല്ല, ജാസ്മിന്റെ കാര്യം, ആരുടെ കാര്യമില്ല. ഞാൻ എക്സാമ്പിൾ നോക്കുക, റീച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഫ്രെയിമിലൊന്നും ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ ദ തിങ് ഈസ് ഇവരുടെ ടാലൻസ് അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടം വരാൻ പോകുന്നത്. സോ ടാലന്റ് വേണം, ടാലന്റ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, റീച്ച് അല്ല. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യണം. കണ്ടന്റ് ചെയ്യണമെങ്കിൽ റീച്ച് ആൾക്കാർ മാത്രം പോരാ. നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ടന്റ് യോജിച്ച ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് പാട്ടിന് വേണ്ടത് ഒരു കപ്പിളിനെയാണ്.
സോ ഞാൻ നോക്കുന്നത് എന്താ, എനിക്ക് ഏറ്റവും ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിനെയാണ് നോക്കുന്നത്. സോ ഓരോ പ്രൊജക്ട് അങ്ങനെ തന്നെ. ഇപ്പൊ ഒരു സിനിമ ആയിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ആൾക്കാരെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം. സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം ഇവരെ വെച്ച ഒരു സാധനം ചെയ്താൽ അത് ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര റീച്ച് ആവുമെന്ന് എനിക്കും അറിയാം, ഇവർക്കും അറിയാം, ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം. സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക, അല്ലാതെ നമ്മള് റീച്ചുള്ള എല്ലാവരെയും എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ആ കണ്ടിന്യൂ ആക്ട് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ. നമ്മൾ ഒരു സിനിമ, ഒരു ഡയറക്ടറായി ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്താൽ ഞാൻ ചിലപ്പോൾ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ. ലാലേട്ടനെ കിട്ടിയെങ്കിൽ അടുത്ത ആള്. സോ എല്ലാ പ്രശ്നവും അങ്ങനത്തെയാണ്. അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി, എനിക്ക് ബെസ്റ്റ് ആൾക്കാരെ കിട്ടി. അതിന് താങ്ക്സ് ടു ശരണ്യ. ശരണ്യാണ് അതെല്ലാം കൺവിൻസ് ചെയ്തവര്. കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇതുപോലത്തെ പ്രൊജക്ട് അല്ലെങ്കിൽ കല്യാണ പ്രൊജക്ട് ആണ്. സോ അവർ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ, കാരണം കണ്ടന്റേ മാറ്റി കളയണം. വേറെ ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസിന് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ഫ്രോം മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം. ബിക്കോസ് ഇതൊരു ന്യൂ കമ്പനിയാണ്. സ്കൈകോഡ് എന്ന് പറഞ്ഞ നെയിം പോപ്പുലർ ആവണമെങ്കിൽ എനിക്ക് ഇവരുടെ റീച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെയാണ് ഞാൻ ഈ റീച്ചിലേക്ക് എത്തിയത്. ആൻഡ് നല്ലതായിട്ട് ചെയ്യുകയും ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാലും അത് പ്രൊഡ്യൂസർ നിങ്ങൾ പൈസ കുറച്ച് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ റിട്ടേൺ എങ്ങനെയാണ് നിങ്ങൾക്ക്? കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് എന്ന് ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. ഇപ്പൊ ആൽബം നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. പക്ഷെ ഇവിടെ തട്ടിക്കൂട്ടൽ അല്ല നമ്മൾ കൂടുതൽ ചെയ്ത്. നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ, അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ ലൊക്കേഷൻ, അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ്, കോസ്റ്റ്യൂമിന്റെ ആയാലും ബബിഷയാണ് ഇതിലെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം ബബിഷയിലും കോസ്റ്റ്യൂമില് സാരീസും ബ്ലൗസ് ഹാൻഡ് വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സിമ്പിൾ അല്ല, കളർഫുൾ ആക്കാനായിട്ട് കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ബഡ്ജറ്റ് നല്ല രീതിയിലായിട്ടുണ്ട്. മെയിൻലി നമ്മൾ ഈ സോങ് ചെയ്തത് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ഉദ്ദേശം മൂവി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്, മൂവി പ്രൊഡക്ഷനിലേക്കുള്ള. സോ ഇത് നമ്മൾ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി, നമ്മൾ സ്കൈകോഡ് എന്ന ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സോങ്സിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്തിട്ട് നമ്മളൊരു ഉഗ്ര മൂവിയായിട്ട് വരുന്നുണ്ട് 2025. സോ അതിലേക്ക് എത്തിപ്പെടാൻ ഈ സോങ് ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ, എത്രത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻകം. അപ്പൊ എല്ലാരും സ്കൈകോഡ് പ്രൊഡക്ഷൻ ഹൗസിനെ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് ഫീഡ് ചെയ്തതാണ്. അത്രയേ ഉള്ളൂ. യൂട്യൂബ് റവന്യൂ മാത്രമാണോ നിങ്ങളുടെ? അല്ല അല്ല അല്ല, നമ്മള് കുറെ പ്ലാറ്റ്ഫോംസിൽ റിലീസ് ചെയ്യും. യൂട്യൂബിലുണ്ടോ? യൂട്യൂബിലെ ഇപ്പൊ പ്രീമിയർ ആണ്, ഞങ്ങളുടെ 630 വേൾഡ് പ്രീമിയർ ആണ്. മ്യൂസിക് പ്ലാറ്റ്ഫോം 45+ മ്യൂസിക് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. അല്ല, യൂട്യൂബില് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ OTT പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്യും. OTT അല്ല, OTT ശരണ്യത ഓൾറെഡി ഓഡിയോ പ്ലാറ്റ്ഫോംസ്, ഓഡിയോ മ്യൂസിക് സ്പോട്ടിഫൈ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ സ്കൈകോഡ് ലേബൽ ആണ്, പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. പിന്നെ ശരണ്യത ഓൾറെഡി സ്റ്റാർട്ട് ഞങ്ങളുടെ ഒരു റെക്കോർഡ് ലേബൽ ആണ്. അപ്പൊ അത് റെക്കോർഡ് ലേബൽ T-Series സാരേഗാമ അങ്ങനെ അതിന്റെ റവന്യൂ ഒക്കെ